ഹായ് എവരിവൺ, എല്ലാവർക്കും ഓർ ടേസ്റ്റ് ബെറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ജൂബി. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുള്ള പാരൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഏത് പ്രോഡക്റ്റ് എന്ന് നിങ്ങൾ ടൈറ്റിൽ അല്ലെങ്കിൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം. അപ്പം അധികം ആർക്കും അറിയാത്ത ഒരു ക്യാരി ബാഗാണ്. അപ്പോൾ ഇത് 4 രീതിയിൽ എങ്ങനെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ ക്യാരി ബാഗ്, പിള്ളേരെ ക്യാരി ചെയ്യുന്ന ബാഗ്. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കും, ഓൺലൈൻ വഴി നമുക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നുള്ള ഓൺലൈൻ സൈറ്റിലൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഇത് മേടിച്ചത്. അതുപോലെ ഇത് ഡിഫറെൻറ്റ് കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബാഗും ഇങ്ങനൊരു ബെൽറ്റുമാണ് ഇത് അൺപാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അകത്തെ മെറ്റീരിയൽ. പുറമെ നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. നമുക്ക് അഴുക്കെല്ലാം ആയിക്കഴിഞ്ഞാൽ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ബ്ലൂവും നമ്മുടെ ഓഫ് വൈറ്റും ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ഞാൻ മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങളിതിന് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പുറമെ ഒരു പോക്കറ്റുണ്ട്. ആ പോക്കറ്റ് നമുക്ക് അത്യാവശ്യം പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ ഒരു സ്നഗ്ഗിയോ അല്ലെങ്കിൽ ടിഷ്യോ വൈപ്സോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 4 മെത്തേഡാണ് മെയിനായിട്ട് ഈ ബാഗ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ 4 മെത്തേഡുകൾ 1 by 1 ആയിട്ട് കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മുടെ ഈ ക്യാരി ബാഗിൻ്റെ കൂടെ കിട്ടുന്നൊരു ബെൽറ്റ് ഇതാണ്. അപ്പം നമുക്ക് ഇതാദ്യം നമ്മുടെ ഇടുപ്പിൻ്റെ അളവിന്, അപ്പോൾ ആരാണോ ഇത് തൂക്കുന്നത് അവരുടെ ഇടുപ്പിൻ്റെ അളവിന് ആദ്യം ഇതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ അളവിനാണ്. അപ്പോൾ അതുപോലെ നിങ്ങളിപ്പോൾ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ആരാണോ ക്യാരി ബാഗ് തൂക്കുന്നത് വെച്ച് അവരുടെ ആ ഇടുപ്പിൻ്റെ അളവിന് ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് ബാഗ് പിന്നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി. പിന്നെ കുഞ്ഞിനെ തോളയിലിട്ടതിന് ശേഷം ഇത് അറേഞ്ച് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഇടുപ്പിൻ്റെ വണ്ണത്തിനനുസരിച്ച് നമുക്കിത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇടുപ്പിൻ്റെ അളവിന് ഇത് ടൈറ്റായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അയഞ്ഞും പോകാൻ പാടില്ല. അതുകൊണ്ട് ഒത്തിരി ലൂസിലും ചെയ്യാൻ പറ്റില്ല, കാരണം പിള്ളേരെ തൂക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കിത് അയഞ്ഞ് കിടന്നാൽ പിള്ളേർക്ക് ഇരിക്കാനും കംഫർട്ടായിരിക്കില്ല, നമുക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ അത് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇതാണ് പോക്കറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്നഗ്ഗി അല്ലെങ്കിൽ വൈപ്സോ ടിഷ്യൂ എന്തെങ്കിലും ഒന്ന് വെക്കണമെങ്കിൽ വെക്കാം. അപ്പം ആദ്യം കാണിക്കാൻ പോകുന്നത് കങ്കാരു മെത്തേഡാണ്. കങ്കാരുവിൻ്റെ മെത്തേഡിൽ തന്നെ പാരൻറ്റിനെ കൊച്ചു ഫേസ് ചെയ്യുന്ന രീതിയിൽ, കൊച്ചിൻ്റെ മുഖം പാരൻ്റ് ചെസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്കത് ഈ ഭാഗം, അതായത് നമ്മുടെ കൊച്ചിൻ്റെ ബാക്ക് സൈഡ് വരുന്ന പോർഷനാണ്, അതിന് ഒരു നീണ്ട ഒരു അറ്റമുണ്ട്, അതൊന്ന് മടക്കി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് നമ്മുടെ അരയിൽ കിട്ടുന്ന ബെൽറ്റില്ലേ അത് അതിനകത്തൊന്ന് ഇടുക. കാരണം പിന്നെ അത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ കുഞ്ഞിനെ അതിനകത്ത് വെക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എക്സാമ്പിളിന് വേണ്ടി ഒരു ടോയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും കൊച്ചിനെ എടുക്കുമ്പോൾ തീർച്ചയായും നല്ല കെയർ ആയിട്ട് തന്നെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. പിന്നെ നമുക്ക് തന്നെ ഇത് ചെയ്യാൻ ഇച്ചിരി പാടാണ്, കാരണം ഇതിന് പുറകെ തൂക്കി കഴിയുമ്പോൾ കുറച്ച് ക്ലിപ്പൊക്കെ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരാളുടെ ഹെൽപ്പ് വേണം ഇത് ചെയ്യുമ്പം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ തൽക്കാലം ഒരു ടോയ് വെച്ച് നിൽക്കുന്നതൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഹെഡിൻ്റെ അവിടെയുള്ള ക്ലിപ്പുകൾ ഇടാം. ഈ ക്ലിപ്പ് ഇട്ട് കഴിയുമ്പം ഹെഡിൻ്റെ അവിടെയുള്ള 2 ക്ലിപ്പ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കുട്ടിയുടെ 2 ഹാൻഡ്സും അതിൽ നമുക്ക് ഇറക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ടോയ്ക്ക് വന്നിട്ട് ഹാൻഡ്സ് ഷോർട്ട് ആയതുകൊണ്ട് അതിലെ നമുക്ക് പൂർണ്ണമായിട്ട് ഇറക്കി കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് നമ്മുടെ ഈ ബാക്ക് സൈഡിലുള്ള ഇത് കൊച്ചിൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ പൊക്കി അവിടെ 2 ക്ലിപ്പുകൾ ഇടാനുള്ള പോർഷൻസ് ഉണ്ട്. അപ്പോൾ ആ 2 സൈഡിലെയും ക്ലിപ്പ് ഇടുക. അപ്പോൾ നമുക്ക് ക്ലിപ്പ് ഇട്ട് കഴിയുമ്പം നമ്മുടെ കൊച്ചിൻ്റെ 2 കാലും പുറത്തോട്ട് നിൽക്കും. അപ്പം ഞാനീ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. ഈ സ്ട്രാഫുകളുടെ ലെങ്ത്തൊക്കെ നമ്മുടെ ഹൈറ്റിനും അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ട് തന്നെ ഇത് സ്ട്രാഫുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് തൂക്കാൻ വേണ്ടി. കാരണം ലൂസായി കിടക്കുന്ന പോലെയാണ് കൊച്ചിന് ഇരിക്കുമ്പോൾ കംഫർട്ട് തോന്നില്ല, ആടി കിടക്കും. അപ്പോൾ ഈ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൊച്ചിങ്ങനെ കംഫർട്ടായിട്ട് അതിനകത്ത് ഇരിക്കുന്ന പോലെ ആയിരിക്കണം. പിന്നെ നമ്മൾ തൂക്കി കഴിയുമ്പോൾ നമുക്കും കംഫർട്ട് ഉണ്ടായിരിക്കണം, കൊച്ചിന് മെയിനായിട്ട് ബേബിക്കും കംഫർട്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ച് വേണം എല്ലാ സ്ട്രാഫുകളും ആദ്യം അറേഞ്ച് ചെയ്ത് നോക്കണം. ബേബി കിടത്തുന്നതിന് മുൻപ് തന്നെ നമ്മളൊന്ന് സെറ്റ് ചെയ്തൊന്ന് ഇട്ട് നോക്കുക. ഇട്ടതിന് ശേഷം പിന്നെ ബേബിയെ കെറ്റി അതിലേക്ക് നിങ്ങളുടെ ഇതുപോലെ ഒരു ടെഡി ബിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് അല്ലെങ്കിൽ ഒരു ടോയ് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം ബേബിയെ വെക്കാൻ. കാരണം തീർച്ചയായിട്ടും ഒരാളുടെ സപ്പോർട്ടും കൂടെ വേണം. ഇപ്പോൾ ഞാനിത് കങ്കാരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കങ്കാരു മോഡൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മളുടെ കൊച്ചിൻ്റെ ഫേസ് പാരൻറ്റിൻ്റെ ഫേസിനായിട്ട് ഫേസ് ടു ഫേസ് ആയിരിക്കും നോക്കുന്നത്. ആ രീതിയിലുള്ള കങ്കാരു മെത്തേഡാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സ്ട്രാഫൊക്കെ ഒന്ന് ഇടണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരാളുടെ സപ്പോർട്ട് വേണം. അതുപോലെ ബാക്കിൽ പുറകിലും മേളിലും ഒരു ക്ലിപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഈ 2 ക്ലിപ്പുകൾ ഇട്ട് കഴിയുമ്പോൾ നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
അതുപോലെ തന്നെ അകത്തെ മെറ്റീരിയൽ വളരെ സോഫ്റ്റാണ്. അപ്പോൾ കൊച്ചിനും അമ്മയുടെ ചൂടും അല്ലെങ്കിൽ ആരാണോ നമ്മളിങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ക്യാരി ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ചൂടും കിട്ടും, നല്ല സോഫ്റ്റ് കംഫർട്ടായിട്ട് ഇരുന്ന് ഉറങ്ങും. അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ കാണുന്ന പ്രായത്തിലെ കുട്ടികളാണെങ്കിൽ അതൊക്കെ കണ്ടിരിക്കുകയും ചെയ്യും. നല്ലൊരു കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേളത്തെ ക്ലിപ്പ് ഇടാഞ്ഞുകൊണ്ടാണ് ആ കൈ അങ്ങനെ ഷോൾഡറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അതേ മേളിൽ ഇങ്ങനെ ഒരു ക്ലിപ്പുണ്ട്, അതും കൂടി ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് കംഫർട്ടായിരിക്കും. ഞാൻ അതും കൂടെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ബാക്ക് പാക്ക് മോഡലാണ്. ബാക്ക് പാക്ക് മോഡൽ നമ്മൾ കൊച്ചിനെ ആദ്യത്തെ മെത്തേഡിൽ വെച്ച പോലെ തന്നെയാണ് ബാഗിൽ അറേഞ്ച് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ബാഗ് തൂക്കുന്ന പോലെ പുറകിൽ നിന്ന് തൂക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിൽ ആദ്യം ഇട്ടിരുന്ന ക്ലിപ്പുകൾ രണ്ടും ഫ്രണ്ടിലോട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബാക്ക് പാക്ക് രീതിയിൽ നമ്മുടെ ക്യാരി ബാഗ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. ഞാൻ കാണിക്കുന്ന മൂന്നാമത്തെ മെത്തേഡാണ്. അതായത് ഹൊറിസോണ്ടൽ രീതിയിൽ കൊച്ചിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ നടുക്കുന്നുള്ള ബെൽറ്റ് അങ്ങ് ഉരിമാറ്റാം. നമ്മൾ ഹൊറിസോണ്ടൽ രീതിയിൽ കൊച്ചിനെ കിടത്തുമ്പോൾ നമുക്ക് ആ ബെൽറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ നടുക്കുന്നുള്ള ബെൽറ്റ് അങ്ങ് ഉരിമാറ്റാം ആദ്യം. ഇനി നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ലെങ്ത്ത് ഒന്ന് കൂട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്ക് പാക്ക് രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ കങ്കാരു മോഡലിലോ ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് ലെങ്ത്ത് വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇതിനനുസരിച്ച് നീളം ഒന്ന് കൂട്ടാം. പിന്നെ നടുക്കൂടെ ഒരു ക്ലിപ്പുണ്ട്, അതിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്കൊന്ന് ചുറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊന്ന് അയച്ച് വെക്കാം. എന്നിട്ട് ഒരു ഷോൾഡറിൽ ഇടുന്ന നമ്മുടെ ഒരു ഹാൻഡിൻ്റെ മേളിലേക്ക് മറ്റൊരു ഷോൾഡറിലേക്ക് ഇടുന്നുള്ള സ്ട്രാഫ് ഒന്ന് കയറ്റി വെക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് ആ നടുക്കൂടെ ഉള്ള ഞാൻ കാണിച്ചെന്ന ആ ക്ലിപ്പില്ലേ അതൊന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഇതിന് ചുറ്റി ഒത്തിരി അങ്ങ് ടൈറ്റ് ആക്കണ്ട, ഒരുവിധം ഇതിൽ ചുറ്റിയതിന് ശേഷം നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് ഇട്ട് പ്രസ് ചെയ്തൊന്ന് വെക്കാം. അങ്ങനെ നമ്മളിത് ക്ലിപ്പിട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്ട്രാഫ് കിട്ടുക. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നമ്മുടെ കഴുത്തേ കൂടെ ഷോൾഡറിൻ്റെ ഒരു ഭാഗത്തേക്കാണ് ഇടുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട ഹൊറിസോണ്ടൽ മെത്തേഡ് തിരിച്ചു വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഹെഡൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ മെത്തേഡിൽ നമുക്ക് ഒരിക്കലും ഇതിന് ഹെഡ് സപ്പോർട്ട് കിട്ടുന്നില്ല കേട്ടോ പിള്ളേർക്ക്. ഇപ്പം ചെറിയ കൊച്ചു പിള്ളേരെ ഇപ്പോൾ 3 monthsന് താഴെയുള്ള പിള്ളേർക്കാണെങ്കിൽ നെക്കിൻ്റെ സപ്പോർട്ടില്ല. അപ്പോൾ നമ്മൾ 3 monthsന് താഴെയുള്ള പിള്ളേരെയാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെഡിൻ്റെ അവിടെ ഒന്ന് താങ്ങി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ മെത്തേഡിൽ നമുക്ക് കുട്ടീനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടാണ്, ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ അതും നമ്മുടെ കങ്കാരു മെത്തേഡിനുമായിട്ട് സിമിലറാണ്. കങ്കാരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ ആദ്യത്തേൽ കങ്കാരു മെത്തേഡിൽ പറയുമ്പോൾ നമ്മുടെ കുട്ടി പാരൻറ്റിനെ നോക്കുന്ന രീതിയിലാണ്, ഫേസ് ടു ഫേസ് ആയിരുന്നു. അപ്പോൾ ഈ കങ്കാരു മെത്തേഡിൽ കൊച്ച് പുറത്തോട്ട് അല്ലെങ്കിൽ ഔട്ട് സൈഡിലോട്ട് കാഴ്ചകൾ കാണത്തക്ക രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബാഗാണ് ഇത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചു തന്ന രീതിയിൽ പ്രകാരം തന്നെ ബാഗ് എടുക്കുക. കുട്ടിയെ ഇല്ലാതെ തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ ഈ ബാഗ് നമ്മുടെ ഷോൾഡറിൽ തൂക്കിയതിന് ശേഷം മാത്രമാണ് കുട്ടീനെ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുന്നത്. ഇല്ലെങ്കിൽ കുട്ടിയെയും കൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. കൊച്ചും ഒത്തിരി ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ബാഗ് നമ്മുടെ പൊസിഷന് പറ്റിയ രീതിയിൽ നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കുട്ടി ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് എങ്ങനെ ബാഗ് സെറ്റ് ചെയ്യുന്നത് ആദ്യത്തെ മെത്തേഡ് കാണിച്ചുകൊണ്ടാണ് പിന്നെ കാണിച്ചു തരാതിരുന്നത്. ഇനി നമുക്ക് നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ബാഗ് നമ്മുടെ ഇതിനനുസരിച്ച് അളവിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിപ്പിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം മാത്രം കുട്ടീനെ ഇതുപോലെ ഇറക്കാവുന്നതാണ്. അപ്പോൾ ഇറക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കാലുകൾ രണ്ടും താഴ്ത്തോട്ടും ഹാൻഡ്സ് രണ്ടും മേളിൽ ഇതിൽ ഇറക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ്സിൻ്റെ ഈ ടോയുടെ ഹാൻഡ്സ് വളരെ ഷോർട്ടാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹാൻഡ്സ് അങ്ങനെ ഞാൻ ഇടുന്നത് ശരിക്കും കാണാൻ പറ്റുന്നത്. സൈഡിൽ നമ്മൾ കുട്ടീനെ ഇറക്കിയതിന് ശേഷം ഫ്രണ്ടിൽ ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ കൊച്ചിന് പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കങ്കാരു മെത്തേഡിൽ പാരൻറ്റിനെ ഫേസ് ചെയ്യാതിരിക്കുന്ന മെത്തേഡ്. ആദ്യത്തിൽ പാരൻറ്റിനെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ്, ഇത് അതിന് ഓപ്പോസിറ്റുള്ള ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ 4 മെത്തേഡുകളാണ് നമുക്ക് ഈ ക്യാരി ബാഗ് വെച്ച് നമുക്ക് ചെയ്യാവുന്നത്. അപ്പം പാരൻസിനൊക്കെ വളരെ കംഫർട്ടാണ്. അപ്പം ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോഴും കൊച്ചിനെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ അപ്പം കൊച്ചിന് അമ്മയുടെയും അല്ലെങ്കിൽ പാരൻസിൻ്റെ ചൂടും കിട്ടും, കംഫർട്ടായിട്ട് ഇരിക്കാവുന്നതാണ്.
എല്ലാവരും വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.